ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് 100 പേർക്കുള്ള സൽക്കാരത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് 100 പേർക്ക് ബിരിയാണി ഉണ്ടാക്കുന്നെങ്കിൽ എത്ര എടുക്കണം, അതുപോലെ പായസം ഉണ്ടാക്കുന്നെങ്കിൽ എത്ര വേണം, ജ്യൂസ്, പുഡിങ് ഒക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള ഡൗട്ട്. ഞാൻ ബിരിയാണി ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 100 പേർക്ക്. ഞാൻ 25 പേർക്കുള്ള 25-30 പേർക്ക് കഴിക്കാനുള്ള ബിരിയാണി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിന് പെരുന്നാൾ സമയത്ത്. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 100 പേർക്ക് ഉണ്ടാക്കുന്നെങ്കിൽ എത്ര എടുക്കണം എന്നൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുള്ളാകും. ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഫംഗ്ഷനൊക്കെ വരുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂസ്ഫുള്ളാകും. ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല, പക്ഷേ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ ഞാൻ പറയുന്ന റെസിപ്പി അതിൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പായസം ഉണ്ടാക്കിയാണെങ്കിൽ അതിൻ്റെ അളവ് ഞാൻ ഇതിൽ കറക്റ്റ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ലിങ്ക് കൊടുക്കുന്നതിൽ 1 ലിറ്റർ പാലിൻ്റെ ഒക്കെ ആയിരിക്കും അതിൽ കാണിക്കുന്നത്, ഒരു 10 പേർക്ക് ഒക്കെ കഴിക്കാനുള്ള അളവ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഒരളവിൽ 100 പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരളവിൽ നിങ്ങൾ ചെയ്താൽ മതി. ചെയ്യുന്ന രീതി വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തതിൽ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള അളവിൽ ചെയ്യാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ പറയാത്ത വേറെ എന്തെങ്കിലും റെസിപ്പിയുടെ നിങ്ങൾക്ക് ഇതുപോലെ 100 പേർക്കുള്ള അളവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ 100 പേർക്കുള്ള കട്ട്ലറ്റ്, സമൂസ അതൊക്കെ ഞാൻ റംസാൻ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ, വേണമെങ്കിൽ നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് വേണ്ടത്, ഏത് റെസിപ്പിയാണ് വേണ്ടത്, ആ ഒരു റെസിപ്പി എടുത്ത് കാണാം. ബിരിയാണിയാണ് കാണേണ്ടതെങ്കിൽ ബിരിയാണി എടുത്ത് കാണാം. അതുപോലെ പുഡിംഗ് ആണെങ്കിൽ പുഡിംഗ് എടുത്ത് കാണാം. അപ്പോൾ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു പുഡിംഗ് ആണെങ്കിലും ബിരിയാണി എന്താണോ നിങ്ങൾ നോക്കുന്നത് അത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ ആ ഒരു റെസിപ്പി വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ വീഡിയോസിലും റെസിപ്പി പറയുന്നിടത്തും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 100 പേർക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇപ്പോൾ ബിരിയാണി 100 പേർക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. എല്ലാം 100 പേർക്കുള്ള അളവ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ബിരിയാണി മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി 100 പേർക്കുള്ള ബിരിയാണി വേണ്ടി വരില്ല. അതുപോലെ ഒരുപാട് തരം ഡെസേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് 100 പേർക്ക് ഞാൻ പറയുന്ന അളവിലുള്ളത് 100 പേർക്ക് വേണ്ടി വരില്ല, കുറേ ഡെസേർട്ടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്ത കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് പുഡിങ്ങിൻ്റെ അളവ് നോക്കാം 100 പേർക്കുള്ളത്. അപ്പോൾ ടെൻഡർ കോക്കനട്ട് പുഡിങ്ങിൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പുഡിങ്ങാണ് വേണ്ടതെങ്കിൽ അതും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം. അപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് പാല് വേണ്ടത് 4 ലിറ്റർ പാലാണ് കേട്ടോ. 8 പാക്കറ്റാണ് 1/2 ലിറ്ററിൻ്റെ. 4 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ചൈന ഗ്രാസ് വേണം. മെയിനായിട്ട് ചൈന ഗ്രാസ് വേണ്ടത് 80 ഗ്രാമാണ്. 10 ഗ്രാമിൻ്റെ 8 പാക്കറ്റ് ചൈന ഗ്രാസ് വേണം. ഓക്കെ, 8 പാക്കറ്റ് പാലിന് 80 ഗ്രാം ചൈന ഗ്രാസ്. ഓക്കെ, 10 ഗ്രാമിൻ്റെ 8 പാക്കറ്റ് ചൈന ഗ്രാസും 8 പാക്കറ്റ് പാലും. പിന്നെ വേണ്ടത് ഇതിലോട്ട് മിൽക്ക് മെയ്ഡ് 4 ടിന്ന് മിൽക്ക് മെയ്ഡ് വേണം. പിന്നെ പഞ്ചസാര. അപ്പോൾ പഞ്ചസാര വേണ്ടത് 1 കിലോ പഞ്ചസാരയാണ് ഈ ഒരു ടെൻഡർ കോക്കനട്ടിന് വേണ്ടത്. പിന്നെ ടെൻഡർ കോക്കനട്ടിൻ്റെ ഇളനീരിൻ്റെ കാമ്പ്, നല്ല കാമ്പുള്ള ഇളനീരായിരിക്കണം നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. 6 കപ്പ് ചോപ്പ് ചെയ്തത് ഒന്ന് അരിഞ്ഞിട്ട് കപ്പിലെടുക്കുമ്പോൾ 6 കപ്പോളം വേണം. അതുപോലെ നമുക്ക് ഒരു 10 കപ്പ് ഇളനീരിൻ്റെ വെള്ളവും കൂടെ വേണം കേട്ടോ. 8 കപ്പ് നമുക്ക് ചൈന ഗ്രാസ് കുതിർത്ത് വെക്കാനും 80 ഗ്രാം ചൈന ഗ്രാസ് കുതിർത്ത് വെക്കാൻ 8 കപ്പ് വെള്ളവും, അതുപോലെ 2 കപ്പ് നമുക്ക് അരച്ചെടുക്കാൻ ഇളനീരിൻ്റെ കാമ്പ് അരച്ചെടുക്കാൻ 2 കപ്പും കൂടെ വേണം. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഇതിൻ്റെ വെള്ളം കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം, കുതിർക്കാനായിട്ടും അതുപോലെ അരച്ചെടുക്കാനായിട്ടും. അല്ലെങ്കിൽ അരച്ചെടുക്കാൻ കുറച്ച് പാൽ തന്നെ ചേർത്ത് കൊടുക്കാം.
പിന്നെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇളനീരിൻ്റെ കാമ്പ് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെങ്കിൽ മുകളിലോട്ട് വെതറി കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഇളനീരിൻ്റെ കാമ്പ് 6 കപ്പല്ലാതെ വേറെയും കൂടെ എടുത്ത് വെക്കുക. 1 കപ്പൊക്കെ മതിയാകും. 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് വേറെയും കൂടെ എടുത്ത് വെക്കുക കേട്ടോ. 6 കപ്പല്ലാതെ. അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് വെതറി കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഡെക്കറേറ്റ് ചെയ്യാൻ താല്പര്യം ആ ഒരു രീതിയിൽ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ട്രേയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ട്രേയിൽ നല്ലോണം ഹൈറ്റുള്ള ട്രേ ആണെങ്കിൽ നിറയെ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നമുക്ക് കുറച്ച് വലിയ ട്രേ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ പുഡിങ്ങൊക്കെ ഇത് സെർവ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ളത്, അത്രയും ഹൈറ്റില്ലാത്ത. അപ്പോൾ അങ്ങനെയുള്ള ട്രേ ഒക്കെ ആയിരിക്കും നല്ലത്. ഒരുപാട് ഹൈറ്റുള്ള ട്രേ എടുക്കാതിരിക്കുക. ലെങ്തി ആയിട്ടുള്ള ട്രേ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്ക് മാംഗോ പുഡിങ്ങാണ് വേണ്ടതെങ്കിൽ 6 കപ്പ് ഇളനീരിന് പകരം 6 കപ്പ് മാംഗോ എടുത്താൽ മതി. പക്ഷേ പഞ്ചസാര കുറച്ച് കുറക്കുക. മാംഗോയിൽ കുറച്ച് നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് കുറക്കുക, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതി. അതുപോലെ ചിക്കു വേണമെന്നുണ്ടെങ്കിൽ 6 കപ്പ് ചിക്കു എടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പുഡിങ് അല്ലാതെ വേറെയും 2-3 ഡെസേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും പുഡിങ് വേണ്ടി വരില്ല കേട്ടോ 100 പേർക്ക്. അപ്പോൾ ഈ ഒരു പുഡിങ് മാത്രമാണെങ്കിൽ നമ്മൾ ഇതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ ഒരു ഡെസേർട്ട് മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു അളവിൽ 100 പേർക്ക് വേണ്ടി വരും. വേറെയും ഒരുപാട് ഡെസേർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം കൂടെ കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയും വേണ്ടി വരില്ല. പിന്നെ നമ്മൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല മധുരം വേണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ മധുരം ചെറുതായിട്ട് കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല മധുരത്തിൽ തന്നെ ഞാൻ പറയുന്ന രീതിയിലുള്ള പഞ്ചസാരയൊക്കെ ഇട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റ്, എത്രയാണ് ചൈന ഗ്രാസ് വേണ്ടത്, എത്രയാണ് പാല് വേണ്ടതെന്നൊക്കെ കറക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഇത്രയും പുഡിങ് വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ വേറെയും ഡെസേർട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രയും പുഡിങ് വേണ്ടി വരില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കമൻറ്റിന് റിപ്ലൈ ചെയ്ത് തരാം എത്രയാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. മാങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് മാങ്ങ ജ്യൂസിൻ്റെ അളവാണ് പറയുന്നത്. നിങ്ങൾക്ക് വേറെ ഫ്രൂട്ടാണ് വേണ്ടതെങ്കിൽ മാങ്ങക്ക് പകരം വേറെ ഫ്രൂട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നല്ല പഴുത്ത മാങ്ങ വേണം. അപ്പോൾ മാങ്ങയുടെ കണക്ക് എന്ന് പറയുന്നത് 35 കപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 35 മാങ്ങയാണ് വേണ്ടത്. 35 മാങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പിൽ അത് ചോപ്പ് ചെയ്തിട്ട് കപ്പ് എടുക്കുമ്പോൾ നമുക്ക് 1 മാങ്ങ 1 കപ്പ് എന്ന രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറിയ മാങ്ങയുമല്ല വലിയ മാങ്ങയുമല്ല, ഒരു മീഡിയം സൈസിലുള്ള മാങ്ങയാണ് വേണ്ടത്. ആ ഒരു സൈസിലുള്ള മാങ്ങ നമുക്ക് 35 മാങ്ങ എടുത്താൽ മതി. കപ്പിലെടുക്കുമ്പോൾ 35 കപ്പ്. അപ്പോൾ നിങ്ങൾ വലിയ മാങ്ങയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്കത് കപ്പിൽ 35 കപ്പ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിന് കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊന്നും കുഴപ്പമില്ല. മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങനെ സെറ്റായി വരുന്ന സംഭവമൊന്നും അല്ലല്ലോ. പക്ഷേ കറക്റ്റ് ഒരു തിക്കായിട്ടുള്ള ജ്യൂസാണ് ഇത്. ഒരുപാട് ലൂസായിട്ടല്ല കേട്ടോ, നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. മാങ്ങക്ക് പകരം നിങ്ങൾക്ക് ഇപ്പോൾ ചിക്കു വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 35 കപ്പ് ചിക്കു എടുത്താൽ മതി. അതുപോലെ ടെൻഡർ കോക്കനട്ട് ഇളനീരിൻ്റെ ജ്യൂസാണ് ചെയ്യുന്നതെങ്കിൽ 35 കപ്പ് ഇളനീര് എടുത്താൽ മതി. അപ്പോൾ എല്ലാം സെയിം ആ ഒരു ഞാൻ പറയുന്ന അളവിൽ എടുത്താൽ മതി. ഇപ്പോൾ 35 മാങ്ങയാണ് നമുക്കിപ്പോൾ വേണ്ടത്. ഓക്കെ, പിന്നെ ഇതിലോട്ട് പഞ്ചസാര വേണം. അപ്പോൾ പഞ്ചസാര വേണ്ടത് 2.5 കിലോ മുതൽ 3 കിലോ പഞ്ചസാര വരെ വേണ്ടി വരുന്നുണ്ട്. 2.5 കിലോ അല്ലെങ്കിൽ 3 കിലോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ മധുരത്തിൽ അളവിൽ മാറ്റം വരും. അപ്പോൾ 2.5 കിലോ അല്ലെങ്കിൽ 3 കിലോ വരെ നമുക്ക് പഞ്ചസാര എടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ ചേർക്കുന്നുണ്ടെങ്കിൽ 2.5 കിലോ പഞ്ചസാര മതിയാകും. 2 കിലോ അല്ലെങ്കിൽ 2.5 കിലോ എന്ന രീതിയിൽ. മിൽക്ക് മെയ്ഡ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 2.5 കിലോ അല്ലെങ്കിൽ 3 കിലോൻ്റെ അടുത്ത് പഞ്ചസാര വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കൺഫ്യൂഷൻ വേണ്ട. ഇനി വേണ്ടത് ഇതിലോട്ട് പാലാണ്. അപ്പോൾ ഇതിലോട്ട് പാല് വേണ്ടത് 10 ലിറ്റർ പാലാണ്. 20 പാക്കറ്റ്, 1/2 ലിറ്ററിൻ്റെ 20 പാക്കറ്റ്. ലിറ്റർ എടുക്കുമ്പോൾ 10 ലിറ്റർ പാലാണ് കേട്ടോ വേണ്ടത്. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാങ്ങ അരച്ചെടുക്കാനായിട്ട് കുറച്ച് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരു 3 ലിറ്റർ 3.5 ലിറ്റർ വരെ നമുക്ക് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ 100 പേർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ ഒരു 3.5 ലിറ്റർ വരെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടിന്ന് അല്ലെങ്കിൽ 3 ടിന്ന് വരെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ മതി. 1/2 കിലോ പഞ്ചസാരയൊക്കെ കുറക്കാം. മിൽക്ക് മെയ്ഡ്
3 ടിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ 2 3 ടിന്ന് ചേർക്കുന്നെങ്കിൽ, അതുപോലെ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും ഈക്വലായിട്ട് ചേർത്ത് കൊടുക്കാം. 2 ടിന്ന് മിൽക്ക് മെയ്ഡും 1 ടിന്ന് ഐസ്ക്രീമും എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം മാത്രമാണെങ്കിൽ 3 ടിന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്ററിൻ്റെ 3 ടിന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, കുറച്ച് തിക്കായിട്ടുള്ള ജ്യൂസ് തന്നെയാണ്. നല്ലോണം തിക്ക് നല്ല, എന്നാലും കുറച്ച് തിക്കായിട്ടുള്ള ജ്യൂസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന അത്രയും തിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ മാങ്ങ എടുക്കുമ്പോൾ കുറച്ചാൽ മതി. ഒരു 5-6 മാങ്ങയൊക്കെ കുറക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ലൂസായി കിട്ടും മാങ്ങയുടെ അളവ് കുറച്ചാൽ. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ നിങ്ങൾക്ക് പാല് ചേർക്കാതെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. മാങ്ങ ജ്യൂസ് നമ്മൾ പാല് ചേർക്കാതെയും എടുക്കാറുണ്ടല്ലോ. അപ്പോൾ പാല് ചേർക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ പാലിന് പകരം നിങ്ങൾ അത്രയും വെള്ളം ചേർത്താൽ മതി. ആ ഒരു രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ മധുരം നമ്മൾ ഐസൊക്കെ നല്ലോണം ചേർക്കാറുണ്ടല്ലോ. ഇങ്ങനെ വലിയൊരു കട്ട ഐസ് തന്നെ ഇട്ട് കൊടുക്കാറുണ്ട് 100 പേർക്കുള്ള ജ്യൂസിനൊക്കെ. അപ്പോൾ നമുക്ക് ഐസ് ചേർക്കുന്നതിന് മുന്നേ നല്ല മധുരം ഉണ്ടായിരിക്കും. പക്ഷേ ഐസൊക്കെ മെൽട്ടായി വരുമ്പോൾ മധുരം കുറഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല മധുരത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഐസ് ക്യൂബ്സൊക്കെ ഒരുപാട് ചേർക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ഐസ് ക്യൂബ്സ് ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരുപാട് ലൂസാക്കി എടുക്കരുത്. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ചെയ്തെടുക്കുക. അതുപോലെ പാല് നല്ല ഫ്രീസറിലൊക്കെ വെച്ചിട്ട് നല്ല കട്ട പാല് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്തിട്ട് ലൂസാക്കി എടുക്കാതിരിക്കുക. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റിൽ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, കിട്ടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ള ഗ്ലാസ്സാണ് കേട്ടോ. 100 ഗ്ലാസിൻ്റെ കണക്ക് ഞാൻ പറയുന്നത്. നല്ലോണം ചെറിയ ഗ്ലാസ് ആണെങ്കിൽ, കുറച്ചും കൂടെ ചെറിയ ഗ്ലാസ് ആണെങ്കിൽ 100 ഗ്ലാസ്സിനേക്കാളും നമുക്ക് കൂടുതൽ തന്നെ സെർവ് ചെയ്യാൻ പറ്റും. ഒരു മീഡിയം സൈസിലുള്ള ഗ്ലാസ് ആണെങ്കിൽ 100 പേർക്കൊക്കെ നമുക്ക് സുഖമായിട്ട് സെർവ് ചെയ്യാം. നല്ലോണം വലിയ ഗ്ലാസ്സും അല്ല, ചെറിയ ഗ്ലാസ്സുമല്ല, ഒരു മീഡിയം സൈസിലുള്ള ഗ്ലാസിൻ്റെ അളവാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ മാങ്ങയ്ക്ക് പകരം റെഡിമെയ്ഡായിട്ടുള്ള മാംഗോ പൾപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, മാംഗോ പൾപ്പ് വാങ്ങിയിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ടിന്ന്, ഒരു 3 ടിന്ന് അല്ലെങ്കിൽ 4 ടിന്നൊക്കെ വേണ്ടി വരും. ഒരു 800 ഗ്രാമിൻ്റെ അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ ഒക്കെ സാധാരണ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു 3-4 ടിന്നൊക്കെ നമുക്ക് വേണ്ടി വരും കേട്ടോ, ഈ ഒരു 100 ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതുപോലെ പഞ്ചസാര കുറച്ച് കുറക്കാം. പൾപ്പിൽ കുറച്ച് മധുരമുണ്ട് പൾപ്പിലും കൂടെ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് ഞാൻ പറഞ്ഞതിനേക്കാളും കുറച്ച് കുറക്കാം. ഇനി നമുക്ക് സേമിയ വെച്ചിട്ടുള്ള പായസം, 100 പേർക്കുള്ള പായസത്തിൻ്റെ കണക്ക് അളവും കൂടെ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 10 ലിറ്റർ പാല് തന്നെയാണ് ഇതിനും വേണ്ടത്. 20 പാക്കറ്റ്, 1/2 ലിറ്ററിൻ്റെ പാല് 20 പാക്കറ്റാണ്. 10 ലിറ്റർ പാലാണ് കേട്ടോ. 10 ലിറ്റർ പാല് വേണം. പിന്നെ ഇതിലോട്ട് സേമിയ വേണ്ടത് 1.5 കിലോ സേമിയാണ് വേണ്ടത്. പിന്നെ ഇതിലോട്ട് വറുത്തെടുക്കാനായിട്ട് നെയ്യും കൂടെ വേണമല്ലോ. അപ്പോൾ 250 ഗ്രാം നെയ്യും കൂടെ വേണം. അപ്പോൾ ആദ്യം ഒന്ന് സേമിയ വറുത്തെടുത്തിട്ട് അതിലോട്ട് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കും. 2 ലിറ്റർ വെള്ളം ചേർക്കുക. ഈ ഒരു അളവിൽ 2 ലിറ്റർ വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കുക. പിന്നീട് ബാക്കി നമ്മൾ വെച്ചിട്ടുള്ള 10 ലിറ്ററിൻ്റെ പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സേമിയ ആദ്യം ഒന്ന് വറുത്തെടുക്കാനുണ്ടല്ലോ, ഒന്ന് വറുത്തെടുത്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം നെയ്യും കൂടെ വേണം 1.5 കിലോ സേമിയ വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വറുത്തെടുത്തിട്ട് അതിലോട്ട് വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. 2 ലിറ്റർ വെള്ളം ചേർക്കുക. ഈ ഒരളവിൽ 2 ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വന്ന ശേഷം പാല് ചേർത്ത് കൊടുക്കാം. മൊത്തത്തിൽ 10 ലിറ്റർ പാല് ചേർത്തിട്ട് പഞ്ചസാര 2 കിലോ പഞ്ചസാരയാണ് വേണ്ടത്. ഈ ഒരളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക. കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുക, ഒരു 5-10 മിനിറ്റ്. പിന്നെ ഇതിലോട്ട് വേണ്ടത് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുക. 2 ടിന്ന് അല്ലെങ്കിൽ 3 ടിന്ന് വരെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്നും കൂടെ തിളക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് അങ്ങനെ തിളപ്പിച്ചെടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ വറുത്തതൊക്കെ ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ പായസമാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. നല്ലോണം ലൂസായിട്ടുള്ള പായസമല്ല, കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള പായസം തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ.
അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും തിക്കാകും. അപ്പോൾ നമുക്കൊരു സ്പൂണിട്ടൊക്കെ കഴിക്കുന്ന ഒരു രീതി തന്നെയാണ് ഈ ഒരു സേമിയ പായസം. അപ്പോൾ നല്ലോണം വലിയ ഗ്ലാസ്സൊന്നുമല്ല, അത്യാവശ്യം നമ്മൾ ഡെസേർട്ടൊക്കെ കഴിക്കുന്ന രീതിയിലുള്ള ഗ്ലാസ്സിലുള്ള അളവാണ് ഈ ഒരു 100 പേർക്കുള്ള അളവ്. ഇനി വനില കസ്റ്റർഡും കൂടെ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് ലൂസായിട്ട് ഡ്രിങ്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ ഡെസേർട്ടായിട്ട്. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഡെസേർട്ടായിട്ടും സെർവ് ചെയ്യാം. കുറച്ചും കൂടെ ലൂസാക്കി എടുക്കുമ്പോൾ ഡ്രിങ്കായിട്ടും നമുക്ക് വെൽക്കം ഡ്രിങ്കായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടത് 10 ലിറ്റർ പാലാണ്. അപ്പോൾ ഇതിന് വെള്ളമൊന്നും ചേർക്കുന്നില്ല, 10 ലിറ്റർ പാൽ മാത്രമാണ് ഇതിലോട്ട് വേണ്ടത്. പിന്നെ കസ്റ്റാർഡ് പൗഡർ വേണ്ടത് 10 ലിറ്റർ പാലിന് 2.5 കപ്പ് കസ്റ്റാർഡ് പൊടി വേണം ഇതിലോട്ട്. പിന്നെ പഞ്ചസാര 1 കിലോ പഞ്ചസാരയാണ്, 5 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇതിലോട്ട് വേണ്ടത്. അപ്പോൾ 100 പേർക്ക് നമുക്ക് അത്യാവശ്യം നല്ല ചെറിയൊരു ഡെസേർട്ടൊക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന പോലെ, നമുക്ക് സെർവ് ചെയ്യാനാണെങ്കിൽ സൂഫ്ലയൊക്കെ സെർവ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഒരു അളവിൽ 100 പേർക്ക് സുഖമായിട്ട് സെർവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എത്ര വേണ്ട നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കുറക്കുന്നുണ്ടെങ്കിൽ 8 ലിറ്റർ പാൽ വെച്ചിട്ടൊക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ 8 ലിറ്റർ പാൽ വെച്ചിട്ടുള്ള അളവും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ 10 ലിറ്ററിൻ്റെ അളവാണ് ഞാൻ മൊത്തത്തിൽ പറയുന്നത്. ഡിസ്ക്രിപ്ഷനിൽ രണ്ടും കൂടെ കൊടുക്കുന്നുണ്ട്, ഈ ഒരു അളവും കൊടുക്കുന്നുണ്ട്. അതുപോലെ 8 ലിറ്റർ പാൽ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ഒരു ഇച്ചിരി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാറുണ്ട്. അണ്ടിപ്പരിപ്പ്, ബദാം ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട്, അതുപോലെ പിസ്ത പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. കസ്റ്റാർഡ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിസ്ത പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പോ അല്ലെങ്കിൽ 1/4 കപ്പോ 1 കപ്പ് വരെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ് ഇതിപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഇതിനേക്കാളും കുറച്ച് തിക്കായിട്ട് വരും. പിന്നെ ഇതിലോട്ട് ഞാൻ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാറുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ പിന്നെ ചേർത്ത് കൊടുക്കാറുള്ളത് ആപ്പിൾ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ള. അപ്പോൾ ഇതിലോട്ട് വേണ്ടത് ആപ്പിൾ 5 kg ആപ്പിൾ വേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാ ഫ്രൂട്ടും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കിത് ഡ്രിങ്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിലോട്ട് ഒരു മൊത്തത്തിൽ 4-5 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ പാല് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല, വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 ലിറ്റർ പാലും 2 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ട്, തിളപ്പിച്ച പാലും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുക. അതുപോലെ പഞ്ചസാരയും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പാകത്തിന്. അപ്പോൾ നമുക്ക് ഡ്രിങ്കായിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആപ്പിൾ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന അളവിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഈ ഒരു തിക്നെസ്സും ഈ ഒരു ഫ്ലേവറും ഈ ഒരു ടേസ്റ്റും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേറെ ഫ്രൂട്ടും കൂടെ വേണമെങ്കിൽ പോമോഗ്രാനറ്റൊക്കെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ 100 പേർക്കുള്ള അളവിൽ നമുക്ക് 5 kg ആപ്പിൾ ചേർത്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. ഐസ്ക്രീമൊക്കെ നമ്മൾ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് സെർവ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കാം. തലശ്ശേരി ദം ബിരിയാണിയാണ്. അപ്പോൾ 30 പേർക്കുള്ള അളവിൽ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിന്, ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഇപ്പം ഞാൻ പറയുന്ന അളവിൽ 100 പേർക്കുള്ള അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് 1 കിലോ ബിരിയാണി നമുക്ക് അത്യാവശ്യം കഴിക്കുന്നവരാണെങ്കിൽ 8 പേർക്കാണ് കേട്ടോ നമുക്ക് 1 കിലോ ബിരിയാണി സെർവ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ നന്നായിട്ട് അങ്ങനെ കഴിക്കുന്ന ആൾക്കാരല്ല, കുട്ടികളൊക്കെ അടങ്ങുന്ന ഫാമിലി ആണെങ്കിൽ നമുക്ക് 10 പേർക്ക് വരെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ 8 പേർക്കാണ് സെർവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് 100 പേർക്കുള്ള അളവിൽ 12 കിലോ റൈസ് വെച്ചിട്ടുള്ള കണക്കാണ് കേട്ടോ പറയുന്നത്. 12 കിലോ റൈസ് നമുക്ക് 100 പേർക്കുള്ള ബിരിയാണിയുടെ അളവാണ്. പിന്നെ നിങ്ങൾക്ക് 12 കിലോ റൈസ് വേണ്ട, ഇപ്പം അത്യാവശ്യം അങ്ങനെ കുട്ടികളൊക്കെ അടങ്ങുന്ന ഫാമിലി ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ 12 കിലോ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 കിലോ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 10 കിലോ റൈസ് വെച്ചിട്ടുള്ള അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും ഈ ഇപ്പോൾ പറയുന്ന അളവും കൊടുക്കുന്നുണ്ട്, 10 കിലോ റൈസ് വെച്ചിട്ടുള്ള അളവും കൊടുക്കുന്നുണ്ട്.
നിങ്ങൾക്ക് 10 കിലോ റൈസ് മതി എന്നുണ്ടെങ്കിൽ ആ ഒരു കണക്കിൽ എടുത്താൽ മതി. ബാക്കിയുള്ളതൊക്കെ എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതുപോലെ ഇപ്പം ഞാൻ പറയുന്നത് 12 കിലോ റൈസിനുള്ള അളവാണ്. 100 പേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന അളവാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 12 കിലോ റൈസ് എടുക്കുക. ചെറിയ അരിയാണ് ഈ ഒരു ബിരിയാണിക്ക് ഏറ്റവും നല്ലത്. തനിമ റൈസ്, നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അരി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു അരിയാണ് ഇതിന് നല്ലത്. ചെറിയ അരിയാണ്. 12 കിലോ അരിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 12 കിലോ അരിക്ക് നമ്മൾ എടുക്കേണ്ട മട്ടന് അല്ലെങ്കിൽ മട്ടനും എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മട്ടന് പകരം ചിക്കനും എടുക്കാം. 15 കിലോ എടുക്കണം കേട്ടോ. 12 കിലോ അരിക്ക് 15 കിലോ മട്ടൻ വേണം. നമ്മൾ റൈസിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ മട്ടന് അല്ലെങ്കിൽ ചിക്കൻ എടുക്കുക. പിന്നെ ഇതിലോട്ട് വേണ്ടത് സവാള, വേണ്ടത് 6 കിലോ സവാളയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു തലശ്ശേരി ദം ബിരിയാണി ഉണ്ടല്ലോ, ഇത് ഈ ഒരു രീതിയിൽ ചെയ്യുന്ന ഇതിൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിങ്ങൾ വേറെ രീതിയിലുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ അളവിൽ വ്യത്യാസം വരും. ഈ ഒരു രീതിയിൽ ചെയ്യുന്ന അളവാണ് ഞാൻ പറയുന്നത്. 6 കിലോ സവാള വേണം, അതുപോലെ 3 കിലോ തക്കാളിയും കൂടെ വേണം ഇതിന്. പിന്നെ ഇതിലോട്ട് തൈര് വേണ്ടത് 1 ലിറ്ററും അതുപോലെ 2 കപ്പും കൂടെ, 1 ലിറ്റർ പ്ലസ് 2 കപ്പ് തൈരും കൂടെ വേണം, നല്ല കട്ട തൈര്. പിന്നെ മല്ലിയില അരിഞ്ഞത് കപ്പിലെടുക്കുമ്പോൾ ഒരു 10 കപ്പ് മല്ലിയില അരിഞ്ഞത്, അതുപോലെ 4 കപ്പ് പുതിനയില അരിഞ്ഞതും കൂടെ വേണം കേട്ടോ. പിന്നെ ഇതിലോട്ട് വേണ്ടത് 12 ഒരു മീഡിയം സൈസിലുള്ള 12 വെളുത്തുള്ളി വേണം. അതുപോലെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, ചോപ്പ് ചെയ്തത് നമ്മൾ കപ്പിലെടുക്കുമ്പോൾ 1 കപ്പ് ഇഞ്ചി ചോപ്പ് ചെയ്തതും, അതുപോലെ കൂട്ടത്തിൽ തന്നെ 1 കപ്പും പിന്നെ ഒരു 3 ടേബിൾ സ്പൂണും കൂടെ വേണം കേട്ടോ. ഇഞ്ചി 1 ടേബിൾ സ്പൂണ് പ്ലസ് 3 ടേബിൾ സ്പൂണ്. പിന്നെ പച്ചമുളക് 60 അല്ലെങ്കിൽ 70 എണ്ണം എടുക്കാം, എരിവിനനുസരിച്ച്. അതുപോലെ പച്ചമുളകിൻ്റെ സൈസിനനുസരിച്ചും നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഒരു മീഡിയം സൈസിലുള്ള പച്ചമുളകാണെങ്കിൽ നിങ്ങൾക്ക് 60 അല്ലെങ്കിൽ 70 എണ്ണം എടുക്കാം. നല്ലോണം വലുതാണെങ്കിൽ ഒരിച്ചിരി കുറക്കാം. അപ്പോൾ 250 ml കപ്പാണ് ഞാൻ പറയുന്നത്. അതുപോലെ 4 കപ്പാണ് കേട്ടോ 1 ലിറ്റർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെയൊക്കെ 1 ലിറ്റർ 2 ലിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ജ്യൂസിൻ്റെ ഇതിൽ. അപ്പോൾ 4 കപ്പാണ് 1 ലിറ്റർ. പിന്നെ ഇതിലോട്ട് വേണ്ടത് ഗരം മസാല പൗഡറാണ്. അപ്പോൾ ഗരം മസാല പൗഡർ വേണ്ടത്, അപ്പോൾ ഇതിലോട്ട് ഗരം മസാല പൗഡർ വേണ്ടത് 1/2 കപ്പ് വടിച്ചിട്ടെടുക്കുക. എല്ലാം ഞാൻ കപ്പിൽ പറയുന്നത് വടിച്ചിട്ടാണ്, കപ്പിൽ നിറച്ചല്ല. അപ്പോൾ കപ്പിൽ നിറച്ചെടുത്തിട്ട് വിരൽ കൊണ്ട് ഒന്ന് ലെവലാക്കി എടുക്കുക, ഒന്ന് വടിച്ചെടുത്താൽ മതി. അപ്പോൾ 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡർ വേണം ഇതിലോട്ട്. പിന്നെ ഇതിലോട്ട് നാരങ്ങ വേണം, ഒരു മീഡിയം സൈസിലുള്ള 9 നാരങ്ങ വേണം. അതുപോലെ കുരുമുളക് പൊടി വേണ്ടത് 4 ടേബിൾ സ്പൂണാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലോട്ട് നെയ്യ് വേണം, ഒരു 3/4 കപ്പ് നെയ്യും കൂടെ വേണം ഇതിലോട്ട്. പിന്നെ ഇതിലോട്ട് തിക്ക് കോക്കനട്ട് മിൽക്ക് വേണം, തേങ്ങാപ്പാൽ 1/4 പാലാണ്, തിക്കായിട്ടുള്ള പാൽ 10 കപ്പോളം വേണം കേട്ടോ. അപ്പോൾ ഇത് 100 പേർക്കുള്ള അളവാണ് ഞാനിതിൽ പറയുന്നത്. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസ് വറുത്തതും കൂടെ, അപ്പോൾ അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടെ കുറച്ച് എടുത്ത് വെക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒരു 200 ഗ്രാമൊക്കെ അണ്ടിപ്പരിപ്പും, അല്ലെങ്കിൽ ഒരു 100 ഗ്രാം 150 ഗ്രാം അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും കൂടെ, 50 ഗ്രാം കിസ്മിസും കൂടെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ എടുത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ 100 പേർക്കുള്ള അളവാണ് അപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു രീതിയിലുള്ള ബിരിയാണിക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാം കേട്ടോ, ഞാൻ ലിങ്ക് കൊടുക്കുന്ന ഈ ഒരു ബിരിയാണിയുടെ വീഡിയോ കാണാം. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് അളവ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ സൂപ്പർ സ്റ്റാർ ആകും. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബിരിയാണിയാണ് ഈ ഒരു ബിരിയാണി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബിരിയാണി മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ വേറെയും ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എത്രയാണ് ബിരിയാണി വേണ്ടത് അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരാം. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് 100 പേർക്ക് ഇത്രയും ബിരിയാണി വേണ്ടി വരില്ല. ബിരിയാണി മാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരളവിൽ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അവസാനമായിട്ട് നല്ല ചിക്കൻ കബാബിൻ്റെ റെസിപ്പിയും കൂടെ 100 പേർക്കുള്ള അളവും കൂടെ നോക്കാം. അപ്പോൾ ചിക്കൻ കബാബ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1 കിലോ ചിക്കൻ നമുക്ക് 15 പീസായിട്ട് അങ്ങനെയുള്ള ചിക്കൻ പീസ് മതി ഈ ഒരു കബാബ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അല്ലാത്ത വലിയ വലിയ ചിക്കൻ പീസ് ഇതിന് വേണമെന്നില്ല കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ പീസാണ് വേണ്ടത്. നമുക്ക് 1 കിലോ ഏകദേശം ഒരു 15 പീസൊക്കെ ആയി കിട്ടുന്നുണ്ട്. അപ്പോൾ 100 പേർക്കുള്ള നമുക്ക് ഇതിലോട്ട് ചിക്കൻ വേണ്ടത്.
അപ്പോൾ ഇതിലോട്ട് നമുക്ക് 8 കിലോ ചിക്കൻ മതിയാകും. ഈ ഒരു 100 പേർക്കുള്ള ചിക്കൻ കബാബ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 8 കിലോ മതിയാകും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 കിലോ വരെ എടുക്കാം കേട്ടോ. പിന്നെ ഇതിലോട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കളറും കിട്ടും, അതുപോലെ എരിവും ഉണ്ടാവില്ല. അപ്പോൾ കാശ്മീരി മുളക് പൊടി നമുക്കിതിലോട്ട് വേണ്ടത് 2 കപ്പ് കാശ്മീരി മുളക് പൊടി വേണം. അതുപോലെ 2.5 കപ്പ് മൈദ വേണം, 2.5 കപ്പ് കോൺഫ്ലവറും കൂടെ വേണം. പിന്നെ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, 1/2 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇതിലോട്ട് 1/2 കപ്പോളം വേണം, നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ്. അതുപോലെ 1/2 കപ്പ് വിനീഗർ അല്ലെങ്കിൽ നാരങ്ങാനീരും കൂടെ 1/2 കപ്പ് വേണം. പിന്നെ വേണ്ടത് ഇതിലോട്ട് 8 മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂണ് ഗരം മസാല പൗഡർ 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതുപോലെ പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ മാറ്റി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ചിക്കൻ കബാബാണ്. അപ്പോൾ ഇതും 100 പേർക്കുള്ള അളവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്